നമ്മുടെ കുട്ടികളുടെ വലിയൊരു ഔട്ട്ഫ്ലോ വിദേശത്തോട്ട് നമ്മൾ കാണുന്നുണ്ട്, ശരിയല്ലേ? എന്തിനാ കുട്ടികൾ വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്നത്? വളരെ സിമ്പിൾ റീസൺസ് ആണ്. കുട്ടികളെ നല്ല എഡ്യൂക്കേഷൻ കിട്ടാനാണ് വിദേശത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, പാർട്ട് ടൈം ജോലി ചെയ്യാനാണ് കുട്ടികൾ വിദേശത്തോട്ട് പോകുന്നത്, അല്ലേ? 2, നമ്മളെപ്പോലെ നാട്ടുകാരുടെ ചോദ്യം എന്താ ജോലിയൊന്നും ഇല്ല എന്നുള്ളൊരു ചോദ്യം അതിജീവിക്കാൻ കൂടിയാണ് കുട്ടികൾ വിദേശത്തോട്ട് പോകുന്നത്, അല്ലാതെ നല്ല എഡ്യൂക്കേഷൻ കിട്ടാനല്ല. നല്ല എഡ്യൂക്കേഷൻ കിട്ടാനല്ല. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ +2 മാർക്ക് വെച്ച് ഒരു പരീക്ഷ ഇല്ലാതെ വിദേശത്തെ നല്ലൊരു യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമോ? എന്താ അത്, വെള്ളരിക്കാപട്ടണോ? അങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുമോ? അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അധ്യാപകർക്ക് ചിലത് ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ ഈ ഒരു ഗെയിം കണ്ടു നിൽക്കേണ്ട ആളുകളല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഒരു വിദേശ സർവകലാശാല കുട്ടി ചൂസ് ചെയ്യുമ്പോൾ അവൻ എവിടെ പോയാൽ നോക്കുക? യൂട്യൂബ് പോയി നോക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോയി നോക്കും. ആരടുത്ത് അവൻ പോയി നോക്കുക? അവൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറുടെ, ഒരു ഫുഡ് വ്ളോഗറുടെ ഉസ്ബെക്കിസ്ഥാനിലോട്ടുള്ള, ജോർജിയയിലോട്ടുള്ള, UK-യിലോട്ടുള്ള, ന്യൂസിലാൻഡിലോട്ടുള്ള യാത്ര നോക്കി തീരുമാനിക്കുന്നത് അവൻ എവിടെ പോയി പഠിക്കണം എന്നുള്ളത്, അല്ലേ? നിങ്ങളോട് ആരോടെങ്കിലും അല്ലെങ്കിൽ നമ്മോട് ആരോടെങ്കിലും നമ്മുടെ കുട്ടികൾ അഭിപ്രായം ചോദിക്കാറുണ്ടോ എവിടെ പോയി പഠിക്കണം എന്നുള്ളത്? നമ്മളോട് എത്ര ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആരാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസർ? വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്ലുവൻസറായി മാറേണ്ടത് ഏതെങ്കിലും ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളോ അല്ലെങ്കിൽ യാത്ര പോകുന്ന ആളോ അല്ല. വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്ലുവൻസർ ആവേണ്ടത് ഈ ശീതീകരിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം ഓരോ കുട്ടിയുടെ കൂടെയും 6 മണിക്കൂറിലധികം ദിവസവും സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സായി മാറണം, ക്ലാസ് റൂമിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറേണ്ടതുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ വിദേശ വിദ്യാഭ്യാസം ഒരു സമയത്ത് വളരെ ബൂമിംഗ് ആയി, അല്ലേ? കുറേ കുട്ടികളൊക്കെ പല സ്ഥലത്തും പോയി അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറി, അല്ലേ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് UK-യിൽ കലാപം നടന്നു ഇന്ത്യക്കാർക്കെതിരെ. കാനഡയിൽ നിങ്ങൾ വാർത്ത പരിശോധിച്ചാൽ അറിയാം, കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരെ ഇപ്പോൾ നിരന്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ത്യക്കാർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നു. അവർ പോകുന്നത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഏറ്റവും നിലവാരമുള്ള സ്ഥാപനത്തിലോട്ടാണോ? ഏതെങ്കിലും നിലവാരമുള്ള സ്ഥാപനത്തിൽ നമ്മളെ +2ന്റെ സർട്ടിഫിക്കറ്റും വെച്ച് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് US-ലോ UK-ലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ SAT പോലെയുള്ള ACT പോലെയുള്ള പരീക്ഷകൾ എഴുതണം, IELTS എഴുതണം, TOEFL വേണം, GRE വേണം. ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ ആർക്ക് സാധിക്കണം? അധ്യാപകർ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. വിദേശത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, നല്ല കോളേജുകളുണ്ട്, മോശം കോളേജുകളുണ്ട്. നല്ല കോളേജ് പോകാൻ നീ ഇന്നതാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലെന്നുണ്ടെങ്കിലും ഇന്ന സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നീ എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ജോലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ദ ഫോർത്ത് എന്ന് പറയുന്ന മീഡിയ അവർ ഈയിടെ പുറത്തുവിട്ട വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സീരീസ് ഉണ്ട്. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അവിടെ ഭൂരിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്നത് എവിടെയാണ്? ഭൂരിഭാഗം ആൾക്കാരും ഇന്റർനാഷണൽ ബിസിനസ്സും മാനേജ്മെന്റ് ഒക്കെ പഠിച്ച ആൾക്കാർ ജോലി ചെയ്യുന്നത് കെയർ ഹോമുകളിലാണ്. എന്താ കെയർ ഹോം എന്ന് പറഞ്ഞാൽ? കെയർ ഹോം എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരെ നോക്കുക. സ്വന്തം വീട്ടിൽ പനി നോക്കാതെ അവിടെ പോയിട്ട് അവിടെ വയസ്സായ ആൾക്കാരെ നോക്കുക. കുഴപ്പമൊന്നുമില്ല, ഒരു ജോലി എന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമില്ല. എന്നിട്ട് അവസാനം വലിയ കടബാധ്യത വരുത്തിയേക്കാം, അല്ലേ? വലിയ ലോൺ എടുത്തിട്ടാണ് പോവുക. നമ്മുടെ കുട്ടികളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വലിയൊരു ട്രാപ്പിലോട്ട് കടത്തിവിടുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. പത്രവാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ട്. വിദേശത്തെ MBBS-ന് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവിടെയും ഒരുപാട് നിയമക്കുരുക്കുകൾ കുട്ടികളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ആ എണ്ണം കൂടാൻ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ വന്നതോടുകൂടി ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് പോകുന്നത്. ഇത് 2021 NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുനഃപ്രസിദ്ധീകരിച്ച ഗൈഡ് ലൈൻസ് ആണ്. പുറത്തു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ക്രൈറ്റീരിയ പാലിക്കേണ്ടതുണ്ട്. പുറത്ത് MBBS പഠിച്ച് കഴിഞ്ഞ് വന്നാൽ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിൽ വന്ന് FMG എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതണം. FMG പരീക്ഷയുടെ പാസ് റേറ്റ് എത്രയെന്ന് പറയുന്നത് നിങ്ങൾക്ക്? 15%. 15% പാസ് റേറ്റുള്ള പരീക്ഷയാണ് കുട്ടികൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പേ ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം നിങ്ങൾ ഇതിലെ .4B ശ്രദ്ധിക്കുക. .4B പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ MBBS പഠിക്കുന്നത് അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ നമുക്ക് കിട്ടണം. മുമ്പ് നിയമമില്ലായിരുന്നു. അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ നമുക്ക് ആ രാജ്യത്തുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടണം. ഇത് പല രാജ്യങ്ങളും കൊടുക്കുന്നില്ല. പല രാജ്യങ്ങളിലും കോഴ്സ് ഇന്ത്യയിൽ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 5.5 വർഷവും പിന്നെ 1 വർഷം ഇന്റേൺഷിപ്പുമാണ്. ആ പാറ്റേണിലാവണം, ആ പാറ്റേണിലല്ല.
ഇങ്ങനെ ഒരുപാട് നിയമക്കുരുക്കുകളിലോട്ട് കുട്ടികൾ പോവാണ്. 2028-29 ഇവിടെ എല്ലാവരും തിരിച്ചു വരും ഇവർക്ക് ഡോക്ടർമാരായിട്ട്. എന്നാൽ അവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ, ഈ പരീക്ഷ എഴുതാൻ പോലും അവസരമില്ലാത്ത ഒരു പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. മേ ബി നമ്മൾ പഠിപ്പിച്ച പല കുട്ടികളും ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടും ഈവൻ സൂയിസൈഡിലോട്ട് പോലും 2028-29 പോകേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊന്ന് അറിഞ്ഞ് ഇടപെട്ടാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. നമ്മളൊന്ന് അറിഞ്ഞ് ഇടപെടണം എന്നുള്ളത് മാത്രം. വിസ്ഡം യൂത്ത് അതിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ CM ഓഫീസിൽ ഈ വിഷയങ്ങൾ അറിയിച്ചിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനുമായിട്ട് ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. നമ്മൾ ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നാൽ നമ്മുടെ കുട്ടികളെ എഫക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, അവയർനെസ്സിലൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ മറ്റൊരു പ്രശ്നം എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ എടുക്കാം. വിദേശത്തൊരു കുട്ടി MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ 40 മുതൽ 50 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഇവിടെ MES മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി മെറിറ്റിൽ MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപയാണ് ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ഫീസ്. 50 ലക്ഷം രൂപയിലധികം 5-5.5 വർഷത്തോട്ട് അവന് ചെലവ് വരും. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവന് 1.5 ലക്ഷം രൂപയെ ചെലവ് വരുള്ളൂ. 38 ലക്ഷം രൂപ ലാഭമാണ്. 38 ലക്ഷം രൂപ. എയിംസിലോ ജിപ്മറിലോ പോയിട്ട് ഒരു കുട്ടി MBBS പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ വാർഷിക ഫീസ് 1200 രൂപയാണ്. 5 വർഷത്തേക്ക് 6000 രൂപക്ക് ഡോക്ടറാവാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ 6000 രൂപക്ക് ഡോക്ടറാവാം, 50 ലക്ഷം രൂപ മുടക്കി ഡോക്ടറാവാം. പല കുട്ടികളുടെയും പ്രശ്നം എന്താ? പല കുട്ടികളുടെയും പ്രശ്നം അവർ ഇതൊന്നും അറിയാതെ അവർ വർഷങ്ങൾ ചെലവഴിക്കും, അല്ലെ? വർഷങ്ങൾ ചെലവഴിക്കും. അതിനുവേണ്ടി ഭീമമായ കടങ്ങൾ, ലോണുകൾ എടുക്കും. അവർക്ക് നിയമപരമായ പ്രശ്നങ്ങൾ വിദേശത്ത് മറ്റൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടാവും. കുട്ടികൾ റീറിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2, 3, 4 വർഷം എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ പോയി മാനസിക സംഘർഷം അനുഭവിക്കും. ഒരു പക്ഷേ നമ്മൾ 8ലോ 9ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ ആഗ്രഹം ഡോക്ടർ ആവാനാണെന്ന് പറഞ്ഞാൽ അവനോട് പറയാം, മോനെ ഇങ്ങനെ എയിംസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഡൽഹിയിൽ, അവിടെയാണ് നീ പോയി പഠിക്കേണ്ടതെന്നുള്ളൊരു സ്പാർക്ക് അവന് കൊടുത്താൽ മതിയാവും. 4 വർഷം കഴിഞ്ഞിട്ട് അവൻ ഡൽഹി എയിംസിൽ പോയി പഠിക്കും, അല്ലെങ്കിൽ പോണ്ടിച്ചേരി ജിപ്മർ പോയി പഠിക്കും. ആ സ്പാർക്ക് കൊടുക്കുന്ന മെന്റേഴ്സായി മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ് ഈ ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്.